അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയപ്പെട്ട MEPയുടെ പഠിതാക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം അഖീദയാണ്. അഖീദയിൽ ഇന്ന് 6ാമത്തെ ചാപ്റ്ററാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വിശ്വാസപരമായ കാര്യം അഥവാ തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്കിന്റെ ഗൗരവവും വളരെ വിശദമായി ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വന്നു. ഇനി അതിന് വിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അതിലാദ്യം 39ാം അധ്യായം സൂറത്ത് സുമർ, അതിലെ 38ാമത്തെ ആയത്താണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാനുള്ളത്. സൂറത്ത് സുമർ, അതിന്റെ 38ാമത്തെ ആയത്ത്. അതില് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ഭാഗമാണ്. വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, ഉറപ്പായും അവര് പറയും അല്ലാഹു ആണ് എന്ന് അവര് പറയും. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്ന് അവരോട് ചോദിക്കുക. ഖുൽ, നീ ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എന്തെങ്കിലും ഒരു ദുർറ്, ഒരു ഉപദ്രവം, ഒരു പ്രയാസം ഉണ്ടാക്കാൻ വിചാരിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുരിഹി, അവർ അഥവാ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, ഹൽ ഹുന്ന അവർ, കാശിഫാത്തു ദുരിഹി, അവന്റെ ആ പ്രയാസം നീക്കി കൊടുക്കുമോ? അഥവാ അള്ളാഹു ഒരാൾക്ക് ഒരു ഉപദ്രവമോ ഒരു പ്രയാസമോ ഉണ്ടാകാൻ വിചാരിച്ചാൽ അള്ളാഹുവിന് പുറമെയുള്ള ആർക്കെങ്കിലും അത് തടയാനോ തടുക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ, ഇനി അതല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചു, അള്ളാഹു എനിക്കൊരു അനുഗ്രഹം ചൊരിയാൻ ഉദ്ദേശിച്ചു, ഒരു നന്മ ഉദ്ദേശിച്ചു, കാരുണ്യം ഉദ്ദേശിച്ചു. ഹൽഹുന്ന മുംസിക്കാത്തു റഹ്മത്തിഹി, അപ്പോൾ അവർക്ക് ഈ കാരുണ്യത്തെ പിടിച്ചു വെക്കാൻ കഴിയുമോ? അഥവാ അള്ളാഹുവിന് പുറമെയുള്ള ആരായിക്കോട്ടെ, അള്ളാഹുവിന് പുറമെയുള്ള ഏതൊരാൾക്കും ആ കാരുണ്യം അള്ളാഹു നൽകണമെന്ന് ഉദ്ദേശിച്ച ഒരു നന്മയെ, ഒരു ഉപകാരത്തെ, ഒരു ഗുണത്തെ തടുക്കാൻ, അതിനെ തടഞ്ഞു വെക്കാൻ അള്ളാഹു അല്ലാത്ത ഈ പറയപ്പെട്ട മറ്റുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ്, എന്നിട്ട് അള്ളാഹു പറയുക, നീ പറയുക, നീ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവന്റെ മേലാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നത്. അപ്പൊ വളരെ വിശദമായി കൃത്യമായി ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അള്ളാഹു ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. തൗഹീദുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടിയാണ്. സൂറത്തു സുമറിന്റെ 38ാമത്തെ ആയത്താണ്. നമ്മളത് മനസ്സിലാക്കുക. നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട, തൗഹീദ് മനസ്സിലാക്കുന്ന ആളുകളെല്ലാം പഠിച്ചു വെക്കേണ്ട, കാണാതെ തന്നെ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആയത്താണ്. കാരണം ഇത് നമ്മുടെ ഒരു ബോധ്യമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകടമായി നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ആദ്യം ചോദിച്ചത് തന്നെ
ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന വിഷയത്തിലൊന്നും ആർക്കും തർക്കമില്ലാത്തത് കൊണ്ട് ആ തർക്കമില്ലാത്ത ഒരു വിഷയം ആദ്യമേ അള്ളാഹു ചോദിക്കാൻ. ആ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഖുറാനിന്റെ അവതരണ പശ്ചാത്തലത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളോടെല്ലാം അവരോട് അല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന മക്ക മുശ്രിക്കുകൾ അടക്കമുള്ള ആളുകൾ അവരോടൊക്കെ ചോദിച്ചാൽ ഈ ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവര് നൽകുന്ന മറുപടിയാണ്, അല്ലാതെ വിശ്വാസികളോ പ്രവാചകന്മാരോ നൽകുന്ന മറുപടി എന്നല്ല. ഈ പറയുന്ന തൗഹീദിന് എതിരായി പ്രവർത്തിക്കുന്ന പിന്നെ ബഹുദൈവ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന മുശ്രിക്കുകളായ ആളുകളോട് തന്നെ അവരോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവർ നൽകുന്ന മറുപടി ലയഖൂലുന്നല്ലാ, അത് അള്ളാഹു തന്നെയാണ് എന്നാണ്. അതിലാർക്കും സംശയമില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ പണി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കൂ. കാരണം എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ആ ചോദ്യത്തിന്റെ മർമ്മം. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ പണി എടുക്കുന്നത്? കാരണം ഇന്ന റാദനി അള്ളാഹു ബിദുരിൻ, അള്ളാഹു ഒരു ദുർറുൻ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൽ ഹുന്ന കാശിഫാത്തു ദുരിഹി, ആ കാശിഫാത്ത് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക, അത് എന്നിൽ നിന്ന് നീക്കം ചെയ്യാൻ അവർക്ക് കഴിയുമോ? അപ്പൊ അതിന് ഒരിക്കലും കഴിയില്ല. അതേപോലെ ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തിഹി, എനിക്ക് അള്ളാഹു ഒരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ തടുക്കാൻ അവർക്ക് കഴിയുമോ? ഖുൽ ഹസ്ബി അല്ലാഹ്, എന്നിട്ട് അള്ളാഹു പറയാം എനിക്ക് അല്ലാഹ് മതി എന്ന് നീ പ്രഖ്യാപിക്കുക, നീ പറയുക. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവന്റെ മേലാണ് ഭരമേൽപ്പിക്കേണ്ടവർ ഭരമേൽപ്പിക്കുന്നത്. അപ്പൊ ഇതില് വിശ്വാസപരമായ അടിസ്ഥാനപരമായ തൗഹീദിന്റെ തവക്കുലിന്റെ ഉപകാരവും ഉപദ്രവങ്ങളും എല്ലാം ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന അടിസ്ഥാന വിശ്വാസത്തിന്റെ തെളിവ് ഈ ആയത്തിൽ, ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഈ ആയത്ത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് കാര്യത്തിലും അള്ളാഹു മതി എന്ന നിലപാട് അവൻ സ്വീകരിക്കും. അതാണ് അവസാനം അള്ളാഹു ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മതി എന്ന നിലപാടിലേക്ക് അവൻ എത്തും. അവന്റെ വിശ്വാസം ശരിയാകുമ്പോൾ, ഈ പറഞ്ഞ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും അവന് ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മതി എന്ന് പറയുന്നവനായിരിക്കും. അങ്ങനെ ആകണം. അവന്റെ മേൽ, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കണം എന്നാണ് അള്ളാഹു ഇവിടെ നമുക്ക് അറിയിച്ചു തരുന്നത്. ഇത് സ്വാഭാവികമായും ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് വിരുദ്ധമായി ചിലപ്പോൾ പല ആളുകളിലും തവക്കുലിന്റെ വിഷയത്തിൽ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ ചില വിശ്വാസങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇതിന് വിരുദ്ധമായി ചിലപ്പോഴെങ്കിലും ഈ ആയത്തിന് ഘടകവിരുദ്ധമായ വിശ്വാസം കൈക്കൊള്ളുന്ന സമീപനങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവര് പിന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഭാഗം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രത്യേകമായിട്ട് ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിലും ഈ തവക്കുലിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ നിന്നെ സംരക്ഷിക്കും. അള്ളാഹു നിന്നെ കാത്തു സംരക്ഷിക്കുന്നതാണ്. അതേപോലെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ നിനക്ക് നിന്റെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. നീ സന്തോഷവേളയിൽ നീ അള്ളാഹുവിലേക്ക് പിന്നെ ചെന്നാൽ, അള്ളാഹുവിനെ അന്വേഷിച്ചാൽ പ്രയാസത്തിന്റെ വേളയിൽ അള്ളാഹു നിന്നെ അറിയും, നിന്നെ സംരക്ഷിക്കും, നിന്നെ സഹായിക്കും. നീ വല്ലതും ചോദിക്കുന്ന പക്ഷം അള്ളാഹുവിനോട് ചോദിക്കുക. നീ സഹായം തേടുന്ന പക്ഷം അള്ളാഹുവിനോട് സഹായം തേടുക. നീ അറിയണം, അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ഉപദ്രവം നിനക്ക് ചെയ്യാനായി ഈ സമുദായം ഒരുമിച്ച് ചേർന്നാലും അവൻ നിനക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ഉപകാരം നിനക്ക് ചെയ്യാൻ
സമുദായം ഒരുമിച്ച് ചേർന്നാലും അവൻ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല. ഈ ആയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തഫ്സീറാണ്. ഇവിടെ അള്ളാഹു ചോദിച്ച ചോദ്യത്തിന്റെ ഒരു മറുപടി കൂടിയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അഥവാ ഈ സമുദായം മുഴുവനും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി, ഇപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള മുഴുവനും ഒരുമിച്ച് ചേർന്നാലും ശരി, അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ആ കാര്യം എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരുമിച്ച് കൂടി ആർക്കും എനിക്ക് ആ ഉപകാരം നൽകാൻ കഴിയില്ല എന്നാണ്. അല്ലെങ്കിൽ അവര് എന്തിനു വേണ്ടിയാണോ ഒരുമിച്ച് കൂടിയത് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കില്ല. കാരണം റബ്ബ് അത് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപകാരം അവരെന്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയോ ആ ഉപകാരം അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതെനിക്ക് കിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി അതേപോലെ തിരിച്ചും ഈ സമുദായത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടി എന്നെ ഉപദ്രവിക്കാൻ, എന്നെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമുണ്ടാക്കാൻ, എന്നെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാലും ആ ആ ഉപദ്രവം, ആ പ്രയാസം അത് അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ചിട്ടില്ല, അതെന്നെ ബാധിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ ഒരുമിച്ച് കൂടിയ സകല ജനങ്ങൾക്കും എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പം അടിസ്ഥാനം അള്ളാഹുവാണ്. ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് വിശ്വസിക്കണം. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എനിക്ക് രോഗം വന്നാലും, എനിക്ക് പരീക്ഷണം വന്നാലും, എനിക്ക് മനപ്രയാസങ്ങൾ ഉണ്ടായാലും, എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ എന്നെ ബാധിച്ചാലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇതിൽ അള്ളാഹുവിന്റെ ഒരു ഖദറുണ്ട്, ഇതിൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖദറിൽ നമ്മൾ സംതൃപ്തനാവുക എന്നതുകൂടി ഉണ്ട്. അതിൽ ക്ഷമിക്കുക, നല്ല കാര്യം, പ്രയാസമുള്ള പരീക്ഷണങ്ങളാണെങ്കിൽ ആ റബ്ബിന്റെ ഖദർ എന്നെ ബാധിച്ചു, അതിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ വിഷയത്തിലൊക്കെ. പ്രവാചകന്മാരുടെ തന്നെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഞാനത് അങ്ങനെ ഒരുപാട് വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. തവക്കുലിന്റെ വിഷയത്തിൽ ഒരുപാട് നമ്മൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഇബ്രാഹിം നബി ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങളാണ് നേരിട്ടത്. തുടർച്ചയായി പരീക്ഷണങ്ങൾ നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, അല്ലെ? ഇബ്രാഹിം നബീനെ തീയില് എറിയപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കായിരുന്നു ഏത്? എന്ത് വാചകമാണ് അദ്ദേഹം പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി, അവനാണ് ഏറ്റവും ഭരമേൽപ്പിക്കുന്നവനിൽ ഏറ്റവും ഉത്തമൻ അവനാണ്. അപ്പൊ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? ആ സമൂഹത്തിലെ രാജാവും അവിടുത്തെ നാട്ടുകാരും അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി ഒരു തീക്കുണ്ടാരം ഒരുക്കി അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് അതിൽ കത്തിച്ച് കരിച്ചു കളയാനായി അത് ഒരാളും അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ തീജ്വാല, ഒരു വലിയ തീക്കുണ്ടാരമാണ് അവിടെ അതിനു വേണ്ടി സംവിധാനിച്ചത്, അല്ലെ? അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, വിഗ്രഹാരാധകരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട് ആ തീയിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും എറിയപ്പെടാനുള്ള ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോ അവിടെയുള്ള ഒരുമിച്ച് കൂടിയ ആളുകൾ എല്ലാവരുടെയും വിചാരം എന്താണ്? ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇബ്രാഹിം ഈ തീക്കുണ്ടാരത്തിൽ വെന്തുരുകി ആ ഇബ്രാഹിമിന്റെ കഥ കഴിയും എന്നാണ്. അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ധാരണ അതാണ്. പക്ഷെ മറുഭാഗത്ത് അവർ ഈ തീക്കുണ്ടാരം ഉണ്ടാക്കുമ്പോഴും അതിനുവേണ്ടി വിറകുകൾ ശേഖരിക്കുമ്പോഴും അതിനുവേണ്ടി അത് കാണാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോഴും അതിനുവേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് അറിയാം ഇത് നടക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് അള്ളാഹു മതി, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്കുണ്ടാകുമെന്ന
ഒരു പ്രതീക്ഷ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അസ്വസ്ഥനായില്ല, ഭയപ്പെട്ടില്ല, പേടിച്ചില്ല, പതറിയില്ല. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ കടന്ന് വന്നുകൊണ്ട് എന്തെങ്കിലും പിന്നെ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ പോലും ഇലൈക അന്നി, നിന്നെ കൊണ്ട് എനിക്ക് എന്താ ആവശ്യമാണുള്ളത്, ഹസ്ബി അല്ലാ, എനിക്ക് അല്ല മതി, എനിക്ക് അല്ല മതി എന്ന ആ ഒരു തവക്കുലിന്റെ ആ ഒരു കരുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ, ഈമാനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അള്ളാഹു തീയോട് കൽപ്പിച്ചത്, യാനാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. യാനാർ, അല്ലയോ തീയെ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നീ തീ പിന്നെ ബർദാകണം, തണുപ്പാകണം, വസലാമൻ, നീ രക്ഷയാകണം, സമാധാനമാകണം. അഥവാ തീ എന്ന് പറയുന്നത് അത് ചുട്ടുകരിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ശരീരങ്ങളെ, മാംസങ്ങളെ കരിച്ചു കളയുന്ന, വേവിച്ചു കളയുന്ന ആ അഗ്നി ജ്വാലയെ പോലും അള്ളാഹു അതിന്റെ പ്രകൃതത്തെ, അതിന്റെ നേച്ചറിനെ പോലും മാറ്റി ആ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആശ്വാസവും തണുപ്പുമായി മാറുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റി കൊടുത്തു. അതാണ് തവക്കുല് ഉണ്ടായി കഴിഞ്ഞാൽ, ആ തവക്കുലിലൂടെ ഉറച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ. അതേപോലെ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അടക്കം വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ്, നമുക്ക് ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ അഹ്സാബ്. ആ അഹ്സാബിന്റെ സന്ദർഭത്തിൽ, അഹ്സാബ് യുദ്ധം നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, ഹസ്ബി ഹസ്ബുൻ അല്ലാ, നമുക്ക് അള്ളാഹു മതി, ഹസ്ബുൻ അല്ലാ, നമുക്ക് അല്ല മതി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഈ വാചകം പറഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെയെല്ലാം നമ്മളുടെ ഏത് ഒരു പ്രയാസങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ വന്നാലും അത് തരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ് തവക്കുൽ. ഇനി ഇത് അടിയുറച്ച് വിശ്വസിച്ചാൽ, ഇത് കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച പോലെ, നിന്നെ കൊണ്ട് എനിക്ക് എന്താണ് ആവശ്യം, നിന്നിൽ എനിക്ക് എന്താണ് പറയാൻ, നിന്നോട് എനിക്ക് എന്താണ് പറയാനുള്ളത്, പിന്നെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്ന ചിന്ത നമുക്കുണ്ടാകും. അള്ളാഹുവിനോട് മാത്രം ആവലാതിയും വേവലാതിയും ബോധിപ്പിക്കാനും അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ വെച്ച് പുലർത്താനും തവക്കുലുള്ള ആളുകൾക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ, ഈ തവക്കുലിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ, മനുഷ്യരിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അത് ശക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ താക്കീത് നൽകുകയും ചെയ്തു നമുക്ക് കാണാം. നമ്മുടെ അടുത്ത ഒരു ഹദീസ് നമ്മുടെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഹദീസിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അതില് പിന്നെ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, നബി ഒരാളെ കണ്ടു, ഒരു മനുഷ്യനെ നബി കണ്ടു. ഫി യദിഹി ഹൽഖത്തും മിൻ സിഫ്ർ, അദ്ദേഹത്തിന്റെ പിന്നെ കയ്യിൽ ഒരു ചെമ്പ് കൊണ്ടുള്ള ഒരു വളയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താണ്, ഈ വളയം എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല മിനൽ വാഹിന, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് തളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പിന്നെ ബന്ധിച്ചതാണ്, തളർച്ച, ക്ഷീണം അതൊക്കെ മാറാൻ വേണ്ടി ഞാൻ കെട്ടിയതാണ് എന്ന് അയാൾ പറഞ്ഞു. ഫഖാല ഇൻസിഅഹാ ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹ്ന, അപ്പൊ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് അഴിച്ചു കളയൂ, നീ അത് ദൂരേക്ക് വലിച്ചെറിയൂ, അത് മാറ്റൂ, അത് അഴിച്ചു മാറ്റൂ. ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹ്ന, നിനക്കിതുകൊണ്ട് പിന്നെ ക്ഷീണമല്ലാതെ നിനക്കിത് വർദ്ധിപ്പിച്ചു തരില്ല. ഫഇന്നക ലൗ മിത്ത വഹിയ അലൈക മാ അഫ്ലഹ്ത അബദ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെ എങ്ങാനും മരണപ്പെട്ടു പോയാൽ നീ ഒരിക്കലും വിജയിക്കില്ല. അഥവാ ഇങ്ങനെ ഈ അവസ്ഥയിലാണ് നിന്റെ മരണമെങ്കിൽ നിനക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പരലോകത്ത് നീ രക്ഷപ്പെടില്ല എന്ന്. അപ്പൊ അതിന്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം
ഒരു തളർച്ച, ക്ഷീണം, അല്ലെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ മനുഷ്യന് ബാധിക്കുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതേപോലെയുള്ള ശാരീരികമായ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരാൾ കയ്യിൽ ഒരു ചെമ്പിന്റെ ഒരു വളയം ധരിച്ചിരുന്നു. അപ്പൊ അത് ധരിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസം മാറും എന്നാണ് അയാളുടെ വിശ്വാസം. ആ വളയം റബ്ബാണെന്നോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ ആ വളയം റബ്ബാണെന്നോ, അതല്ലെങ്കിൽ ആ വളയത്തിന് പ്രത്യേകമായിട്ട് വേറെന്തെങ്കിലും കഴിവോ ശക്തിയോ ഉണ്ടെന്നില്ല. അത് ധരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ എന്റെ രോഗം അല്ലെങ്കിൽ എന്റെ ഈ ക്ഷീണം, എന്നെ ബാധിച്ചിട്ടുള്ള ക്ഷീണം മാറും എന്നാണ് ആ വളയം ധരിക്കുമ്പോൾ അവർക്കുള്ള വിശ്വാസം. അപ്പൊ അത് പറഞ്ഞ ആളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അഴിച്ചു കളയൂ. നീ ഒരിക്കലും നിനക്ക് രോഗമല്ലാതെ, ക്ഷീണമല്ലാതെ അത് വർദ്ധിപ്പിക്കില്ല. നീ ഈ രൂപത്തിൽ മരണപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും നിനക്ക് വിജയിക്കാനും സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അടുത്ത അതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കൂടി നമുക്കൊന്ന് വായിക്കാം. അടുത്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഒരു ഭാഗം കാണാം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മൻ തഅല്ലക തമീമത്തൻ, ആരെങ്കിലും ഒരു തമീമത്ത് ബന്ധിച്ചു. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഏലസ്, നമ്മുടെ കയ്യിലൊക്കെ കെട്ടുന്ന മന്ത്രി ചൂതിയ ചരടുകൾ പോലെയുള്ള കയ്യിൽ ബന്ധിക്കുന്ന രക്ഷ പോലെയുള്ള സാധനം, അതാണ് അറബിയിൽ തമീമത്ത് എന്ന് പറയും. തമീമത്ത്. അപ്പൊ മൻ തഅല്ലഖ തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടി, ഫല അത്തമ്മല്ലാഹു ലഹു, അങ്ങനെ അവൻ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്ന്. ഏലസ് കെട്ടുന്നത് എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അപ്പൊ ആ ലക്ഷ്യം അള്ളാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. വമൻ തഅല്ലഖ വദഅത്തൻ, ഇനി ആരെങ്കിലും രക്ഷ, ഏലസ് പോലത്തെ തന്നെ രക്ഷ കെട്ടുക, ചരിടവും മറ്റോ പോലത്തെയുള്ള കയ്യിൽ കെട്ടുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ കെട്ടുന്ന എന്തെങ്കിലും വസ്തുക്കൾക്കാണ് വദഅത്ത് എന്ന് പറയാം. അപ്പൊ ആരെങ്കിലും രക്ഷ കെട്ടിയാൽ ഫല വദഅ അല്ലാഹു ലഹു, അള്ളാഹു അവന് രക്ഷ നൽകാതിരിക്കട്ടെ. അപ്പം ഏലസോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രക്ഷകളോ ശരീരത്തിൽ കെട്ടുന്നവൻ, അപ്പൊ അവന് ഒരു പ്രാർത്ഥനാ രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ അള്ളാഹു രക്ഷ കൊടുക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ ആ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം അള്ളാഹുവിന് പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. ഇനി അതേ അർത്ഥം വരുന്നത് തന്നെ അടുത്ത ഹദീസ് കൂടി കൊടുത്തത്, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരാണോ ഈ ഏലസ് ധരിച്ചത്, ഏലസ് ബന്ധിച്ചത്, ഫഖദ് അശ്റക, അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. അപ്പോ ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരിലൊക്കെ കാണാം ഇത്തരത്തില് ചരടുകൾ കെട്ടുന്ന ചില രീതി, അല്ലെ? ഇപ്പോ ഒരു വാഹനം എടുത്താൽ തന്നെ, ശരീരത്തിൽ മാത്രമല്ല, ഒരു പുതിയ വാഹനം എടുത്താൽ ആ വാഹനം ചിലപ്പോൾ ഏതെങ്കിലും പള്ളിയിലേക്കോ മക്ബറയിലേക്കോ ജാറത്തിലേക്കോ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പച്ച തുണി, അവര് ഒരു പച്ച, അവരുടെ കയ്യിലുള്ള പട്ടിൽ നിന്ന് കീറി കൊടുക്കുന്ന ഒരു പച്ച തുണി, ആ പച്ച തുണി വളരെ ആദരവോടുകൂടി വാങ്ങിയിട്ട് ഈ വണ്ടിയുടെ ഹാൻഡിലിന്റെ ഭാഗത്ത് കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് നമുക്ക് കാണാം, പുതിയ വണ്ടിയൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ വരുമ്പോ നമ്മൾ നോക്കിയാൽ മതി, ഈ ഒരു ആദർശം ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെയൊക്കെ വണ്ടിയിൽ ഒരു അധിക ആളുകളുടെയിലും അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു പച്ച തുണി അങ്ങനെ കെട്ടാം. അപ്പൊ നമ്മള് ഇതെന്താടാന്ന് ചോദിച്ചാൽ അപ്പൊ അവര് പറയും, ഇത് അവിടുന്ന് കിട്ടിയതാണ്, അവിടുന്ന് കെട്ടിയതാണ്, ആ പള്ളിയിൽ നിന്ന് കെട്ടിയതാണ്. അപ്പൊ അത് എന്തിനാണ് ഈ വണ്ടിയിൽ, വാഹനത്തിൽ അത് കെട്ടുന്നത്? വാഹനത്തിന് മൈലേജ് കിട്ടാനാണോ, അല്ലെ വാഹനത്തിന് വില കൂടുതൽ കിട്ടാനാണോ? അതൊന്നുമില്ല. അത് കെട്ടുമ്പോൾ അവർക്ക് എന്താ, പല ലക്ഷ്യമാണ്. എന്താ, ആ വാഹനത്തിന് ഒരു സംരക്ഷണം, മറ്റുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതേപോലെയുള്ള ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് വേറെ രൂപത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഈ പറഞ്ഞ തുണി അല്ലെങ്കിൽ പച്ച തുണി പോലത്തെ ഇതൊക്കെ ആളുകൾ വാഹനത്തിൽ കെട്ടുന്നത്. അതേപോലെ ചിലർ വീടുകളിൽ കെട്ടാറുണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ തേങ്ങ ഒക്കെ കെട്ടി തൂക്കുന്ന ആൾക്കാരുണ്ടായി. ഇപ്പോഴും പഴയ ഓടിട്ട ഷീറ്റിട്ട വീടൊക്കെ ഉള്ള പണ്ട് കാലത്തെ നമ്മുടെയൊക്കെ തന്നെ മുസ്ലിങ്ങളുടെ തന്നെ ചില വീട്ടിലൊക്കെ കയറി ഇതിലൊക്കെ പോയി നോക്കിയാൽ ചിലയിടത്തൊക്കെ കാണാം ഒരു ഉണങ്ങിയ തേങ്ങ വീടിന്റെ തന്നെ ഫ്രണ്ടിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ഞാനൊക്കെ പണ്ട് പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അതേപോലെ ചിലര് കുപ്പിയാണ്, ഒരു ചില്ലിന്റെ കുപ്പി അങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന കാണാം. അന്നൊന്നും നമുക്ക് അറിയില്ല അതെന്തിനാണ് കെട്ടുന്നതെന്നും.
പക്ഷെ അത് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതാണ് ഇതേപോലെ അത് എന്തെങ്കിലും ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഉപദ്രവങ്ങൾ തടുക്കാൻ, കണ്ണേറ് ദോഷം കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ, അതേപോലെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഇതേപോലത്തെ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വിശ്വാസം ഇതൊക്കെ പിന്നെ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഏലസ് അതല്ലെങ്കിൽ രക്ഷ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ്, അതിന്റെ പര്യായങ്ങളാണ് ഈ സംഗതിയൊക്കെ. അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മക്ബറകളിൽ നിന്ന് പൂജിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ സലാത്തിനോ നേർച്ചക്കോ ഉറൂസിനോ ഒക്കെ പോകുന്ന ആൾക്കാര് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഉറുക്ക്, പണ്ടൊക്കെ ഉറുക്കാണല്ലോ, അതും ചിലപ്പം പിന്നെ ഇവിടെ കേർവാടിയിലൊക്കെ പോയി വരുന്ന ആളുകളുടെ കയ്യിലൊക്കെ കാണാൻ സാധിക്കും ഉറുക്കുണ്ടാവും. ഉറുക്ക് കുട്ടികളുടെയൊക്കെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ അരയിൽ, കുട്ടികളുടെ അരയിൽ ഉറുക്ക് കെട്ടിക്കൊടുക്കും. അങ്ങനെ ജീവിതത്തിൽ ചെറിയ കുട്ടികളെ പോലും ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ഈ പറഞ്ഞ വളർന്നു വരുന്ന നബിസ്വല്ലാസ്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും അവര് ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. അവരിൽ കളങ്കമോ കാപട്യമോ ഷിർക്കോ അതൊന്നും ഇല്ലാതെ ശുദ്ധ പ്രകൃതിയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. ഈ ശുദ്ധ പ്രകൃതിയിലുള്ള കുട്ടികളെയാണ് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഇതേപോലെ അവിടുത്തെ ചരടും ഉറുക്ക് ഏലസ് അങ്ങനെ പണ്ടത്തെ ഈ ചില ആളുകൾ അരിഞ്ഞാണം ഒക്കെ കിട്ടുന്നതിന് പകരമായിട്ട് ഇതേപോലത്തെ ഉറുക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന, അത് വെറുതെ ഒരു അരിയിൽ എന്തെങ്കിലും കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് കെട്ടണ ഒരു ചരടല്ല, മറിച്ച് ഇതേപോലെ എന്തെങ്കിലും അതിന്റെ പിന്നില് പേടി കിട്ടാതിരിക്കാൻ, പേടി തട്ടാതിരിക്കാൻ, കണ്ണേറ് കിട്ടാതിരിക്കാൻ, അതെങ്കിൽ രോഗം വരാതിരിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ചില രാത്രി കരയാതിരിക്കാൻ, കുട്ടികൾ രാത്രി കരയുമെന്ന് പറഞ്ഞപ്പോ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും, അതൊക്കെ അവരുടെ പാപം. അത് തന്നെ വലിയ പ്രശ്നമാക്കിയിട്ട് രാത്രി കരയാതിരിക്കാനും, അതേപോലെ ഇടക്കിടക്ക് പനി, ഇടക്കിടക്ക് അസുഖങ്ങൾ, ഇതേപോലെയൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഈ പറഞ്ഞ ഷിർക്കിലേക്ക് കൂടുതൽ എളുപ്പത്തിലേക്ക് പോകുന്നത്. സന്തോഷാവസ്ഥയിലാകുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവരങ്ങനെ പോയിക്കോളും. പക്ഷെ എന്തെങ്കിലും പരീക്ഷണങ്ങളോ കാര്യങ്ങളോ വരുമ്പോഴാണ് ഇതേപോലെയുള്ള ചില എളുപ്പ വഴികൾ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരിലൂടെ അത് മറികടക്കാനായിട്ട് ശ്രമിക്കും. അവിടെയാണ് നമ്മളുടെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ തൗഹീദിലേക്ക് ഷിർക്കിന്റെ രൂപങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ബന്ധിക്കുന്നത് എന്താണ്, ശരിക്ക് തവക്കുലിന് വിരുദ്ധമാണ്. കാരണം ഇസ്ലാം പഠിപ്പിച്ച തവക്കുലിന് എന്തിന്റെ ആവശ്യമില്ല, ഒരു ചരടിന്റെ ആവശ്യമില്ല, ഒരു നൂലിന്റെ ആവശ്യമില്ല, ഒരു ഉറുക്കിന്റെ ആവശ്യമില്ല, ഒന്നും ഒരു ഭൗതികമായ ഒരു പിന്നെ ഒരു വസ്തുവിന്റെ ആവശ്യം ഇല്ല. നബി സല്ലല്ലാഹു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അല്ലെങ്കിൽ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഹിജറ പോകുന്ന സമയത്ത് ഒരു രക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് അബൂബക്കർ എവിടെ നിൽക്കും, പിന്നെ എന്തെങ്കിലും നബി ഇങ്ങനെ ഊതി മന്ദിരിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം അബൂബക്കറിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുക, എന്നിട്ട് നബിക്ക് പറയാമായിരുന്നു ഇത് നമ്മൾ അവിടെ എത്തുന്നത് വരെ നമുക്ക് സംരക്ഷണമായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതിനു മുമ്പുള്ള പ്രവാചകന്മാർ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കുടുംബത്തിലാകെ അല്ലെ, ഇപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ രോഗങ്ങൾ മൂലം ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് പിന്നെ അവരുടെ വിശ്വാസത്തെ ഏൽപ്പിച്ചു വെച്ച് കെട്ടുന്ന ഒരു രീതി നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന് അത് പല കോലത്തിൽ പല രൂപത്തിൽ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഇതെല്ലാം മറ്റു മതസ്ഥരിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം. ഈ ചരടും നൂലും മന്ത്രവും ഏലസും പിന്നെ അങ്ങനത്തെ സംഗതികളെല്ലാം ശരിക്കും എന്താണ് അന്യമതസ്ഥരിൽ പിന്നെ ഹൈന്ദവ ആചാരങ്ങളിലൊക്കെ ധാരാളം ഉണ്ട് അതൊക്കെ അല്ലെ. ചിലപ്പോൾ അവരൊക്കെ ഇവിടെയൊക്കെ ഷോൾഡറിൽ അവിടെയൊക്കെ അവരെ കെട്ടിയതും അങ്ങനെ ഉറുക്കും ഇതൊക്കെ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ കാണാം, മാലയിടുന്നതും അതേപോലത്തെ പലതും അത് അവരുടെ ആചാരത്തിൽ വിശ്വാസത്തിലൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് എന്താ പറഞ്ഞ എന്താണ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, അലൈഹി തവക്കൽതു, ഞാൻ അവനിലാണ് തവക്കുൽ ചെയ്തിരിക്കുന്നത്. ഈ നിലപാട് ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിലും ഏത് ഘട്ടത്തിലാകട്ടെ, സന്തോഷത്തിലാകട്ടെ സങ്കടത്തിലാകട്ടെ, ഏത് ഘട്ടങ്ങളിലും അള്ളാഹു പിന്നെ കാരുണ്യം ചൊരിയുമ്പോഴും അള്ളാഹു പിന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുമ്പോഴും
എല്ലാം കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അള്ളാഹുവിൽ തവക്കുല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലെ ലാസ്റ്റ് ഒരു ഹദീസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അതും ഇത് തന്നെയാണ് പറയുന്നത്. അന്നഹു റഅ റജുലൻ ഫി യദിഹി ഖൈത്തുൻ മിനൽ ഹുമ്മ. ഒരാള്, ഹുമ്മ എന്ന് പറഞ്ഞാൽ പനി, പനി കാരണത്താൽ കയ്യിൽ നൂല് കെട്ടിയ ഒരാളെ, നൂല്, വെറുതെ ഒരു സാധാരണ ഒരു നൂല്, പനി കാരണത്താൽ കയ്യിൽ ഒരു നൂല് കെട്ടിയ ഒരാളെ അദ്ദേഹം കണ്ടു. ഫഖതഅഹു, അപ്പോൾ അദ്ദേഹം അതെന്ത് ചെയ്തു, പിന്നെ ഖതഅ എന്ന് പറഞ്ഞാൽ അത് മുറിച്ചു, പൊട്ടിച്ചു എന്നൊക്കെയാണ്, അത് പൊട്ടിച്ചു കളഞ്ഞു, അത് അറുത്തു മാറ്റി. എന്നിട്ട് വതല ഖൗലുഹു തആല, അത് അറുത്തു മാറ്റുമ്പോൾ പിന്നെ ഈ ഒരു ആയത്തു കൂടി പാരായണം ചെയ്തു. ഏതായിട്ടാണ്? വിശുദ്ധ ഖുർആനിലെ തന്നെ 12-ാം അധ്യായമായ പിന്നെ സൂറത്തു യൂസുഫിലെ 106-ാമത്തെ ആയത്താണ്. അതിൽ എന്താണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അവിടെ ആയത്തു ഷിർക്കുമായി ബന്ധപ്പെട്ട ആയത്താണ് ഓതിയത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം. ഇവിടെ നമ്മുടെയൊക്കെ നാട്ടില് പിന്നെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾ ഉടനെ പറയും, കണ്ടില്ലേ ഞങ്ങളെ മുശ്രിക്കാക്കി, ഞങ്ങളെ കാഫിറാക്കി, ഇവര് ഞങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിക്കാത്തവരാണ്, ഇവര് ഞങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയും. ശരിക്ക് ഇത് ഏതെങ്കിലും തൗഹീദിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു സംഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടാൽ അത് തടയേണ്ടതും എതിർക്കേണ്ടതും പിന്നെ തൗഹീദിനെ കുറിച്ചും ഷിർക്കിനെ കുറിച്ചും പറയുന്ന ആയത്തുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. ചില ആളുകളുടെ ധാരണ ഇത് മക്കയിലുള്ള മുസ്ലിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്, ഇത് നമുക്ക് വേണ്ടി അവതരിച്ചതല്ല, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അവതരിച്ചതല്ല, ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞ കാര്യമല്ല, ഇത് മറ്റേ ആളുകളോട്, ക്രൈസ്തവരോട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ജൂതന്മാരോട് പറഞ്ഞതാണ്, ബഹുദൈവ വിശ്വാസികളോട് പറഞ്ഞതാണ്, മക്ക മുശ്രിക്കുകളോട് പറഞ്ഞതാണ്. ഞങ്ങൾ മക്ക മുശ്രിക്കുകളല്ല, ഞങ്ങൾക്ക് അവരുടെ വിശ്വാസമല്ല, ഞങ്ങൾക്ക് ഇവരുടെ വിശ്വാസമല്ല എന്നൊക്കെ പറയാറുണ്ട്. ഇത് അന്ന് അത് ആരുടെ വിശ്വാസമാണോ അവർക്ക് അവരുടെ വിശ്വാസത്തില് ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണോ അതേ അവസ്ഥയാണ് ഇന്നത്തെ മുസ്ലിങ്ങളാകട്ടെ അല്ലാത്തവരാകട്ടെ. ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ട് പല ആളുകളിൽ നിന്ന്, ചിലപ്പോൾ ഒരു നൂറ്റാണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു 50 വർഷമായിരിക്കാം, അങ്ങനെ അത്രയൊക്കെ, അല്ലെങ്കിൽ ഒരു 200 നൂറ്റാണ്ട് 300 നൂറ്റാണ്ടിന്റെ ഒക്കെ മുമ്പ് ഒക്കെ കടന്നു വന്ന കാര്യങ്ങളായിരിക്കാം. ഏതായാലും പിന്നെ അങ്ങനെയൊക്കെ കടന്നു വന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഷിർക്കും കുഫറും പിന്നെ ബിദ്അത്തുകളും എല്ലാം കടന്നു വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിമർശിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക ചരിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പൊ അതിന് സമാനമായ ഇസ്ലാം വിമർശിച്ച, ഖുർആൻ വിമർശിച്ച, ഹദീസുകൾ വിമർശിച്ച, അതിനോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ആയിക്കൊള്ളട്ടെ എങ്കിൽ പോലും അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അത് തർക്കിച്ച് അതല്ല അത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ആ തർക്കിച്ച് കുതർക്കം നടത്തി തൗഹീദ് പിന്നെ ഷിർക്കിനെ തൗഹീദാക്കി മാറ്റാൻ പോലും ഒക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഇന്ന് നമുക്ക് പല ആളുകളിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പെട്ടുപോകരുത്. നമ്മുടെ കുടുംബക്കാര് അത്തരത്തിൽ അപകടങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്ന ആളുകളിലേക്കെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം. അതിനെന്താ വേണ്ടത്? അതിനാണ് നമ്മൾ പഠിക്കുന്നത്, ആയത്തുകൾ പഠിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഇന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ 2 ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, അതേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സൂറത്തു സുമറിന്റെ 39-ാമത്തെ ആയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആയത്താണ്. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മമ്പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ഭീമാ പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, നാഗൂരിലേക്കും അജ്മീറിലേക്കും ഏർവാടിയിലേക്കും എല്ലാം പിന്നെ ഹജ്ജിന് പോകുന്നത് പോലെ, അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഭക്തി ആദരവോടുകൂടി യാത്രകൾ പറഞ്ഞു കുടുംബക്കാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് മൗലൂദ് നടത്തി, വീട്ടിൽ വലിയ ഒരു ആഘോഷം നടത്തി, പിന്നെ ഹജ്ജിനും ഉംറക്കും എല്ലാം പോകുന്നത് പോലെ വലിയ ഒരു പിന്നെ തീർത്ഥാടന രൂപത്തിലേക്ക് മാറ്റി ആ ഇടങ്ങൾ സന്ദർശിക്കുന്ന ആളുകളുണ്ട്.
ആ ഇടങ്ങൾ സന്ദർശിക്കുന്നത് അവരുടെ സന്ദർശന ലക്ഷ്യം തന്നെ ഈ ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അഥവാ അള്ളാഹുവാണ് നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരുന്നത്, അനുഗ്രഹം ചൊരിഞ്ഞു തരുന്നത്. ആ കാരുണ്യം തടുക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നു. അതേപോലെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാൻ, പ്രയാസമുണ്ടാകാൻ, പരീക്ഷണമുണ്ടാകാൻ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ആ ഉപദ്രവം നിങ്ങളിൽ നിന്ന് തടയാനും തടുക്കാനും അത് തട്ടിമാറ്റാനും ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, ഇതിനു വേണ്ടി ഈ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച കാരുണ്യം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവരുണ്ട്. അതല്ലാതെ ഇസ്ലാം നിർബന്ധമാക്കി എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പോകുന്നവരല്ല. ഇസ്ലാം അടിസ്ഥാന കർമ്മങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഏർവാടി പോകാനോ, അജ്മീർ പോകാനോ, മുത്തുപേട്ടയിൽ പോകാനോ, അതേപോലുള്ള ഈ പറഞ്ഞ മഹാന്മാർ എന്ന പേരിൽ എവിടെയൊക്കെ കബറിടങ്ങളും മക്ബറകളൊക്കെ കെട്ടി ഉയർത്തുന്നുവോ അവിടങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ പോയി നേർച്ചകൾ നടത്തി, അവിടെ പോയിട്ട് അവിടുത്തെ ആചാരങ്ങൾ നടത്തി, ഉത്സവങ്ങൾ നടത്തി, നേർച്ചപ്പൂരങ്ങൾ നടത്തി, അവിടെ കാശ് കൊടുത്ത്, അവിടെ നേർച്ചയിട്ട്, അവിടെ കാണിക്ക വെച്ച്, അവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് അവരുടെ ഒരു ഫാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അത്തരം ആളുകളോട് വല്ലാത്ത ഒരു സ്നേഹം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തിൽ പഠിച്ചു. എന്താണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സമന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് വല്ലാത്ത സ്നേഹവും ആദരവും ഭക്തിയാണ് ഈ പറയപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ. അത് തന്നെ. കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി സന്ദർശിക്കാൻ നിർദ്ദേശിച്ച പള്ളികളോ കേന്ദ്രങ്ങളോ അല്ല ഇതൊന്നും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പേര് വെക്കപ്പെട്ടവയാണ് നിങ്ങളുടെ ബിംബങ്ങളും ദൈവങ്ങളും എന്ന് ബഹുദൈവാരാധകരെ ഖുർആൻ പേരെടുത്ത് വിമർശിച്ചതുപോലെ, യഥാർത്ഥത്തിൽ നമ്മുടെ ചില നൂറ്റാണ്ടിലേക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്ത് കഴിഞ്ഞുപോയ ചില നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായ ആളുകൾ അവരുടെയൊക്കെ കബറിടങ്ങളും അവരുടെ പേരിൽ ഉയർത്തപ്പെട്ട മക്ബറകളും സന്ദർശിച്ച് അവിടെ നിന്ന് ഗുണവും ദോഷവും എല്ലാം അവിടെ നിന്നാണെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന, അല്ലെ, ലോകം നിയന്ത്രിക്കുന്നത് പോലും CM വലിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു, അത് പറയാൻ ഒരു മടിയില്ലാതെ അങ്ങനെയൊക്കെ വിശ്വാസം പേറുന്ന അവസ്ഥയിലേക്കെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദ് ജീവിതത്തിൽ പഠിക്കാനുള്ള അവസരം ആ പാവങ്ങൾക്ക് കിട്ടാതെ പോയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയാൽ ഒരിക്കലും അവര് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അള്ളാ എന്ന് വിളിക്കുന്നതിന് പകരം വേറെ ആരുടെയെങ്കിലും ഒരു നാമം തന്റെ വായിലേക്ക് ആ സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്ക് ഒരു വിശ്വാസമുള്ള, ഈമാനുള്ള, തൗഹീദുള്ള ഒരു വിശ്വാസിക്ക് കഴിയില്ല. അല്ലെ, നമുക്ക് നമ്മുടെ പ്രവാചകനെ പോലും നമുക്കൊരു വിഷമം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ എൻ്റെ പ്രവാചകനെ എനിക്കിത് മാറ്റിത്തരണേ എന്ന് പറയാനുള്ള അനുവാദം അള്ളാഹ് തന്നിട്ടില്ല. മലക്കുകളിൽ പ്രധാനിയായ ജിബിരിൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് എൻ്റെ ഈ ദുഃഖം മാറ്റിത്തരണേ, എൻ്റെ പ്രയാസം മാറ്റിത്തരണേ എന്ന് പറയാനുള്ള അനുവാദം അള്ളാഹു തന്നിട്ടില്ല. അങ്ങനെ ആർക്കും, സൃഷ്ടികളിൽ ആർക്കും ആ അവകാശം വകവെച്ചു കൊടുക്കാൻ അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. അതാണ് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം. ആകെ നമുക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന് നമ്മോടുമുള്ള പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് അതാണ്. പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് ഹൃദയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയുന്നവൻ, സന്തോഷമുണ്ടാകുമ്പോൾ പൂർണ്ണമായി അള്ളാഹുവിനോട് അൽഹംദുലില്ലാ റബ്ബെ നിനക്കാണ് സ്തുതി, നീ കാരണമാണ് എനിക്കിത് ലഭിച്ചത് എന്ന് പൂർണ്ണമായി റബ്ബിലേക്ക് മാത്രം ഉപകാര സ്മരണകൾ, നന്മകൾ ലഭിക്കുമ്പോൾ റബ്ബിനെ അറിഞ്ഞ് ശുക്ർ ചെയ്ത് ആ ശുക്ർ അള്ളാഹുവിന് സമർപ്പിക്കാൻ കഴിയണം. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു നന്മ കിട്ടുമ്പോൾ പോലും ഞാൻ അവിടെ പോയത് കൊണ്ടാണ്, ഞാൻ ഇന്ന സ്ഥലം സന്ദർശിച്ചത് കൊണ്ടാണ്. ഈ ഭൗതികമായി പോലും ഈ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ മറ്റൊരാളിലേക്ക് ചേർത്ത് പറയുന്നത് പോലും ചെറിയ ശിർക്കായി പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. നമ്മളിപ്പോ സാധാരണ പറയാം നീ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ.
പിന്നെ നിന്റെ സഹായം ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ ചിലപ്പോൾ മാനുഷികമായ ചില സഹായം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന വാചകങ്ങളുണ്ടല്ലോ. അവിടെ പോലും സൂക്ഷ്മത, അള്ളാഹു ആദ്യം അള്ളാഹുവിനെ പറയണം എന്നാണ്. കാരണം അള്ളാഹുവാണ് അതിന് തൗഫീക്ക് ലഭിച്ചത്, അള്ളാഹുവാണ് അതിനുള്ള അവസരം നമുക്ക് നൽകിയത്. അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് റബ്ബാണ്. അപ്പൊ അതിന് റബ്ബിനെ സ്തുതിക്കാനും റബ്ബിനെ ഹംദ് ചെയ്യാനും നമുക്ക് സാധിക്കണമെന്നാണ് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തൗഹീദിന് വിരുദ്ധമായ, തവക്കുലിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന, അത് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഇതിൽ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. പരമാവധി അറബിയും അതിന്റെ ആശയങ്ങളുമെല്ലാം കാണാതെ പഠിക്കാനും ഓർത്തു വെക്കാനും ശ്രദ്ധിക്കുക. ഇനി ഈ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ നിങ്ങളുടെ ബുക്കിൽ തന്നെ 1, 2, 3, 4, 5 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചാൽ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ വിശദീകരണങ്ങളിൽ പെട്ട കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതുകൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഹീദിൽ തവക്കുലിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.